മമ്മി ആദ്യം എന്താ പറയും? ഡാഡ് എന്തോ ചോദിക്കുന്നത്. ഡാഡ് എന്തോ ചോദിക്കുന്നത്. മമ്മി ആദ്യം എന്താ പറയാ? ഫ്ലവർ കൊടുത്ത് മമ്മിയെ സ്വീകരിക്കാൻ നോക്കുമ്പം ജയിനി എന്തുമായിരിക്കും ആദ്യം പറയാൻ പോകുന്നത്? ഡാഡിന് എന്തോ തോന്നുന്നു. നിങ്ങൾ എന്തിനാ ഇത് വാങ്ങിച്ചത്? ഇതിന് എത്ര രൂപയായി? എന്തിനാ ഇതിന്റെ ആവശ്യം? ഇത് എവിടുന്ന് വാങ്ങിച്ച് ഒക്കെ ചോദിക്കും. നമ്മൾ നോക്കട്ടെ, വേറെ വല്ലതും പറയുമെന്ന് അറിയണം നമുക്ക്. മമ്മി നോക്കട്ടെ, നോക്കെ ബൊക്കെയാണിത്. ഓക്കെ ഓക്കെ. അപ്പൊ മമ്മി അവിടെ നിന്ന് പോകത്തില്ലല്ലോ എങ്ങോട്ടും. എന്റെ കാണപ്പോ എന്താ പറയാ, ഞാൻ ഇന്ന് വരാൻ പാടില്ലല്ലോ. ഇവർക്ക് സ്കൂളിലെ നീ എന്താ ഇവിടെ ചെയ്യുന്ന? ചാക്കോച്ചിനെ എന്താ ഇവിടെ വിളിച്ചോണ്ടെന്ന്? ക്ലാസ് പോയിരിക്കും. ഇനി അവളുടെ സ്കൂൾ കളയണോ? ഇവൾക്ക് പഠിക്കണ്ടേ? ഡാഡു കല്യാണത്തിന്റെ ബൊക്ക വാങ്ങിച്ചതിന് ശേഷം ഞാൻ മമ്മി ചോദിച്ചു, മമ്മിക്ക് ബുക്കൊന്നും വേണ്ട, മമ്മിന്റെ എന്തിനാ പൈസ കളയുന്നത്? മമ്മിക്ക് ഇഷ്ടമല്ല. ബുക്കെ ബാക്കി വെക്കാതെ بس خلاص الحين ബെസ്റ്റ്. മമ്മിയോടാ മമ്മയുടെ ട്രോൾ, അത് മമ്മയുടെ ലഗേജ് ആണ് കേട്ടോ. അത് അല്ല അല്ല ഒന്നോ അല്ല അല്ല. പോ സ്കൂളിൽ പോയില്ല. സ്കൂളിൽ വിട്ടെന്ന് പറഞ്ഞിട്ട് പോയില്ല. ശരി. ഈ ബുക്ക് എന്തുവാ പദം? എന്ത് ഒന്നില്ല പദം. എന്താ പറയാ, കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച നീയാണല്ലോ. ഞാനല്ല ഡാഡുവാ. സ്വയം ചെയ്ത ഒന്നുമില്ല, കുറ്റമൊന്നുമില്ല. എനിക്ക് ആൾക്കാരെല്ലാം കുറ്റമില്ല പതിനൊന്നും, ഒരു കുറ്റമില്ല പതിനെ. ഇതിനെ കൊറേ കുറ്റമുണ്ട്. എന്ത് വാങ്ങിച്ചത്? എന്ത് തന്നോ? വാങ്ങിച്ചത് കൊറേ പൈസ ആയിട്ടാണ്. പറഞ്ഞില്ല സ്കൂളിൽ വിട്ടോന്ന് നോക്കി വിടാൻ പോവുക, ഇന്ന് ലേറ്റ് ആയിട്ട് എണീറ്റെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയി കൊണ്ടാട് വരുന്നതൊക്കെ നിന്നത്. പിന്നെ നിങ്ങൾ ഇത്ര ലേറ്റ് ആയിരുന്നു ഇത് വാങ്ങിക്കാൻ. ഞങ്ങൾ പിന്നെ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ അവിടെ എത്ര പ്രൈസ് അറിയത്തില്ല, പോയി ചോദിക്കണം. കൂടുതലായിരിക്കും. ഇത് ഞങ്ങളുടെ ഓസിസ്റ്റർ അടുത്ത് വാങ്ങിച്ച്. ഇത് തന്നെ ഞങ്ങൾ നല്ലതായി. അതാ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു ഫ്ലവർ മേടിക്കാൻ ഞാൻ തരുന്നപ്പോ പിന്നെ അത്ര അങ്ങനെ എന്താ
നിനക്ക് ഇത് എടുക്കാതെ ഇത് ഞാൻ ഫോട്ടോ എടുക്കും ഇതിനകത്ത്. എൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഫോണും വന്നു, അതുകൊണ്ട് പോയി ഫോട്ടോ എടുക്കാം. ഏത് ഫോൺ? ഐഫോൺ. എവിടുന്ന്? മമ്മിയുടെ ഇന്ന്. അത് ശരി. സ്മോക്കിംഗ് റൂം ഉണ്ടായിട്ട് അയാൾ ഇവിടെ തന്നെ അത് സ്മോക്ക് ചെയ്യണം. അറിയാതെ പറഞ്ഞു വേണം ഞാൻ കിടന്നു. നീ രാവിലെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ലേറ്റ് ആയിപ്പോ ഞാൻ ഒന്നേ ഇവിടെ ലേറ്റ് ആയിപ്പോയി ഞാൻ കൊണ്ടുവിടുമെന്ന് പറഞ്ഞു. നമ്മൾ അയ്യോ കൊച്ചിന് സ്കൂളിൽ വിട്ടില്ലേന്ന് ചോദിച്ചു. എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല. ആർക്കൊന്നും വെച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ചെയ്തത്. ബുക്കല്ല, അതൊരു പൂ. ഒരു പൂ. ഓഫീസിലായിരുന്നു. അല്ല, വീട്ടിൽ ഉറങ്ങി വന്നു. പക്ഷെ 8:30 അവിടെ വിളിച്ചപ്പോ എനിക്ക് തോന്നി സ്വപ്നാന്ന് ആകെ വിളിക്കുന്നത്.